വാമാക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ റിമോട്ട് ഉപയോഗിച്ചാണ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഓഫ് ചെയ്യാം. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ കയ്യിലുള്ളത് ഡിജിറ്റെക്കിൻ്റെ ഒരു കിടിലൻ RGB ലൈറ്റിംഗ് സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഏകദേശം 3500 to 4000 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിന് കൂടെ ഈ ഒരു ബാറ്ററി പാക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം 1000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം അത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബാഗ് വരുന്നുണ്ട്. ഡിജിറ്റെക്കിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ബാഗ് വരുന്നുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബാഗ് നല്ലോണം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ബാഗിന് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനൂടെ ലൈറ്റ് കൂടാണ്ട് ബാറ്ററി വരുന്നുണ്ട്, റിമോട്ട് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ടാഗ് വരുന്നുണ്ട്, കറണ്ടിന് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ ലൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഡോറ് വരുന്നുണ്ട്. ഈ ഡോറ് നമുക്കിങ്ങനെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. പിന്നെ നോക്കിയും കണ്ടും ഈ ഡോറ് തുറന്നിട്ടും അടച്ചിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ക്വാളിറ്റി ഈ ഡോറിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡിജിറ്റെക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നേരത്തെ പറഞ്ഞ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പുറകുവശത്തായിട്ട് ഇതിൻ്റെ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്കിത് ട്രൈപോഡിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ അകത്ത് ഏകദേശം 234 LED ലൈറ്റ്സ് വരുന്നുണ്ട്. 25 വാട്ടാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വെളിച്ചം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഏകദേശം ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററി വരുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈറ്റ് ഏതാണോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ നമ്പർ നോക്കിയിട്ട് എടുക്കാം. ബാറ്ററിയിലോട്ട് വരുന്ന സമയത്ത് ഇതിലൊരു BC ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയും ചാർജ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് അങ്ങനെയും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഈ ബാറ്ററിക്ക് അകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിലിപ്പോൾ ഫുൾ ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു 4 ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജസ്റ്റ് 2 പ്രാവശ്യം പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് ആവുന്നുണ്ട്. നമ്മൾ ഈ ലൈറ്റിൻ്റെ അകത്ത് ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ചസും കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മുടെ ലൈറ്റിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബാറ്ററി എടുക്കുക, ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വെക്കാം, എന്നിട്ട് ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്യാം. പുറകുവശത്തായിട്ട് പവർ ഓൺ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യാം, ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്തോട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. ബാറ്ററി എത്രത്തോളം % ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ എത്രത്തോളം ബ്രൈറ്റിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ കൺട്രോൾസ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും സുഖം നമുക്ക് ആ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ആ റിമോട്ട് എടുക്കാം. പക്ഷേ റിമോട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഈ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടാണ് റിമോട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈറ്റിന് നേരെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും നമ്മൾ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. ഓണും ഓഫും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. വൺസ് നമ്മൾ ആ ബാറ്ററിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ചസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഓണാക്കാൻ പറ്റും, ഇതിൽ തന്നെ ഓഫാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിമോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 39 മോഡ്സ് ഓഫ് ലൈറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൽ ഏകദേശം 12 മോഡൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് നമുക്കിത് പവർ ഓൺ ചെയ്യാം. അപ്പം ഓൺ ആയിട്ടുണ്ട്. നമുക്കിത് ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കുറയ്ക്കാം, കാരണം ഭയങ്കര പവറുണ്ട്. അത്യാവശ്യം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് എത്രത്തോളം ബ്രൈറ്റ്നസ്സിലാണ് ഇതിപ്പോൾ ഉള്ളത് എന്നൊക്കെ. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ എത്രത്തോളം ബ്രൈറ്റ്നസ്സിലാണ് ഇതുള്ളത് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് 3 മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്സിലൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയതുകൊണ്ട് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രൈറ്റ്നസ് അധികം ഇട്ടിട്ടില്ല, കാരണം ഭയങ്കരമായിട്ട് ലൈറ്റ് ഉണ്ട്, കണ്ണ് നല്ലോണം വേദനിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം കൂട്ടാം. ഈ ഒരു ബ്രൈറ്റ്നസ്സിൽ വെക്കാം, ഡോറ് ഫുൾ ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് ആദ്യത്തെ ഒരു മോഡ് എന്ന് വെച്ചാൽ ഏകദേശം 12 മോഡ്സ് ഇതിൽ ഇൻബിൽട്ടായിട്ട് റിമോട്ടിൽ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. ആദ്യത്തെ മോഡ് ഇട്ട് നോക്കാം. ഇത് RGB ലൈറ്റിൻ്റെ ഒരു മോഡാണ്. പല കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മിന്നൽ എന്തോ ആണ് തോന്നുന്നത്, അങ്ങനത്തെ എന്തോ ഒരു മോഡാണ് തോന്നുന്നത്. മൂന്നാമത്തെ ഒരു RGB സെറ്റപ്പ് തന്നെയാണ്. ഇത് കറക്റ്റ് മിന്നലാണ്, കണ്ണ് നല്ല രീതിക്ക് വേദനയാവുന്നുണ്ട്. ഇത് പിന്നെന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു പോകാറായൊരു ബൾബിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പാണ്. പിന്നെ നാലാമത്തെ TV ആണ്. അതായത് TV നമ്മളെന്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കൂടിയും കുറഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് മെഴുകുതിരിയാണ്. അപ്പം
ഇങ്ങനെയാണ് മെഴുകുതിരി. ഇതെനിക്ക് തോന്നുന്നു ഇത് മൊത്തം റെഡ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇനി അടുത്തത് ഇത് തീയാണ്. ഇത് പിന്നെ മറ്റേ ഫയർ വർക്ക്സും കാര്യങ്ങളുമാണ്. ഇത് ഇനി പോലീസ് വണ്ടിയുടെ ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഫയർ എഞ്ചിനാണ്, ഇത് ആംബുലൻസാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ CCT എന്ന് പറയുന്ന മോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് വൈറ്റും വാമൊക്കെ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂട്ടാനും കുറയ്ക്കാനൊക്കെ എടുത്തുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഇതിൻ്റെ ഏകദേശം 100-ൽ ഇട്ടിട്ട് ഞാൻ ഈ വൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി നമുക്കിത് വാമാക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ റിമോട്ട് ഉപയോഗിച്ചാണ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഓഫ് ചെയ്യാം, ഓണായി. അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വെളിച്ചുണ്ട്. ഈ ബാക്കി ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിക്ക് വെളിച്ചം വരുന്നുണ്ട്. കുറേ നേരം അത് വിളിച്ചിട്ട് കണ്ണ് നല്ല വേദനിക്കുന്നുണ്ട്. അപ്പം ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിൻ്റെ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ചാനലിൻ്റെ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.